അത് ടി ജെ ആന്റണി, ഇവിടെ ഈ 120-ൽ താഴെ ബാറുകളാണ് തുറക്കപ്പെടുന്നത് എങ്കിൽ ഈ സർക്കാർ മദ്യം ഒഴുക്കുന്നു എന്ന ഒരു ആക്ഷേപം പ്രസക്തമാകുമോ? കാരണം മദ്യം ഒഴുക്കാനാണ് ഈ സർക്കാർ ആത്യന്തികമായി ഉദ്ദേശിച്ചിരുന്നത് എങ്കിൽ ഈ സർക്കാർ ഒരു പിടിവള്ളിയാക്കാം ഈ ദേശീയപാത നിരോധനത്തിന്റെ ഉത്തരവ് മറികടക്കാനുള്ള വഴികളെ. അങ്ങനെ ചെയ്തിട്ടില്ല. അന്ന് രാത്രി തന്നെ അതെല്ലാം അടച്ചു. പിന്നെ ഇപ്പോ ഒരാക്ഷേപം നിങ്ങൾക്ക് പേരിന് ഉയർത്താമെങ്കിൽ പോലും പൊതുവിൽ ഈ സർക്കാരിന്റെ നിലപാട് ഇന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചിരിക്കുന്നത് സുപ്രീം കോടതി ഉത്തരവ് ആ രൂപത്തിൽ തന്നെ പാലിക്കുമെന്നാണ്. എന്ന് വെച്ചാൽ സിംഹഭാഗം ഈ പറയുന്ന സ്റ്റാർ ഹോട്ടലുകളും മദ്യശാലകളായി പ്രവർത്തിക്കാത്ത നില ഉറപ്പുവരുത്തുമെന്നാണ്. എന്നിട്ടാണ് ഇത്തരമൊരു നയപരമായ പൊളിച്ചെഴുത്തിലേക്ക് സർക്കാർ പോയിരിക്കുന്നത്. രണ്ടു ഭാഗവും നോക്കുമ്പോൾ ഈ സർക്കാർ ഏത് പക്ഷത്താണെന്നാണ് താങ്കൾ വിലയിരുത്തുക? മദ്യവർജന നയവുമായി അധികാരത്തിൽ വന്ന LDF സർക്കാർ ഇന്ന് അവരുടെ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഒരു മാസത്തെയും കാത്തിരിപ്പിന് ശേഷം ഒരു മദ്യനയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനെ മദ്യനയമെന്നല്ല മരണനയമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചത് മരണനയം തന്നെയാണ്. ഒപ്പം LDF എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പതനത്തിന്റെ തുടക്കമാണിത്. കാരണം ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടാത്ത ബാറുകൾ, മദ്യശാലകൾ, കള്ളുഷാപ്പുകൾ, ബിവറേജ് ഔട്ട്ലെറ്റുകൾ ഇവ ഞങ്ങൾ തുറന്നേ അടങ്ങൂ എന്ന് പറയുന്ന ജനങ്ങളുടെ മേലുള്ള ഒരു വെല്ലുവിളി കൂടിയാണിത്. കാരണം ഞാനിത് പറയുമ്പോൾ ശ്രീ വേണു ചോദിച്ചു, ഇവിടെ 120 ബാറുകൾ മാത്രമേ തുടങ്ങാൻ സാധ്യതയുള്ളൂ. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇതിനെ മദ്യം ഒഴുക്കുന്നു എന്ന് പറയുവാൻ കഴിയുന്നത്? ഈ മദ്യനയത്തിൽ നാളിതുവരെയുള്ള സൂചനകൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ സർക്കാരിനെ മദ്യനയത്തിൽ വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് വേണു. കാരണം ഇവിടെ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ, ഡിസംബറിൽ 15-ാം തീയതി വിധി വന്നപ്പോൾ അതിലെ വ്യക്തത ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി പരാജയം ഏറ്റുവാങ്ങിയ ഒരു സാഹചര്യം ഇവിടെയുണ്ട്. ബിയർ, വൈൻ അല്ല ഈ 2014 ഞാൻ സംസാരിക്കട്ടെ സുഹൃത്തെ സുനിൽകുമാർ സാർ, ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ അങ്ങയോടാണ്, അതുകൊണ്ടാണ് അങ്ങയോടാണ് ചോദ്യം. 2014 മദ്യം ബാർ നിരോധിച്ച അന്ന് മുതൽ ഞാൻ ഈ ഫാദറിനെ സ്ഥിരമായി ഇന്റർവ്യൂവിനും അതുപോലെ തന്നെ ഈ സ്ഥിരമായി ടിവിയിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മദ്യ നിരോധനത്തിന് വേണ്ടിയാണ് പുള്ളി നിൽക്കുന്നത്. എനിക്ക് 1-2 കാര്യങ്ങൾ പുള്ളിയോട് ചോദിക്കാനുണ്ട്. അത് ഈ സമൂഹം അറിയേണ്ടതാണ്. ഫാദർ ആന്റണിക്ക് ഞാൻ 1-2 പടം കാണിച്ചു തരാം. ഈ ആളുകൾ അറിയാമോ ഇല്ലെന്നുള്ള പുള്ളി പറയണം. കുറച്ച് ദൂരെ ഇരിക്കുന്നത് കൊണ്ട് ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഈ ഫാദർ ആന്റണി ആ ദൃശ്യങ്ങൾ കാണാമല്ലോ അല്ലേ? വേണേ നമുക്ക് അത് മാത്രം പിന്നെ ചർച്ച ചെയ്യാൻ വേണു. ഇതെന്ന് പറയുന്നത് സുനിൽകുമാർ, ഇതെന്ന് പറയുന്നത് ലോകം മുഴുവൻ ഞാനും ബഹുമാനിക്കുന്ന പോപ്പ് തിരുമേനിയാണ്. അദ്ദേഹത്തിന്റെ ഒരു നിലപാട്, അദ്ദേഹം ബിയർ കഴിക്കുന്ന പടമാണ് കാണുന്നത്. ബിയർ കഴിക്കുന്ന പടമാണ് ഈ കാണുന്നത്. തിരിച്ച് ഇതൊരു ബിഷപ്പ് ഒരു സൽക്കാരം നടത്തുന്നതാണ്. കേരളത്തിൽ നടത്തുന്ന ഒരു സൽക്കാരത്തിന്റെ ഫോട്ടോയാണ്. എനിക്ക് പറയാനുള്ളത്, ഇത് എവിടെയാണ് തിരുത്തപ്പെടേണ്ടത്? ഞാനിത് തിരുത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. അദ്ദേഹത്തിനോട് എനിക്ക് ബഹുമാനമുണ്ട്. ഒരിക്കലും ഇതൊരു തെറ്റാണെന്നോ ഇത് തിരുത്തണമെന്നോ ഞാൻ പറയുന്നത്. ഇത് ഓരോരുത്തരുടെ മൗലിക അവകാശമാണ്. അത് അവരുടെ വഴിക്ക് പൊയ്ക്കോട്ടെ. പക്ഷേ ഇത് അവിടെ ആകാമെങ്കിൽ ഇവിടെ ഇതെന്തുകൊണ്ട് പാടില്ല എന്നുള്ളതാണ് എനിക്ക് ബോധ്യപ്പെടാത്തത്. ഇത് അവിടെ ആകാം, ഇവിടെ പാടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അരമനകളിലേക്ക് വേണ്ടി 29 അരമനകളിലേക്ക് വേണ്ടി 96,000 ലിറ്റർ വീഞ്ഞ് ഉത്പാദിപ്പിക്കാനുള്ള ലൈസൻസ് ഇവർ സമ്പാദിച്ചിട്ടുണ്ട്. അതിന്റെ മറവിൽ ഇത് പരിശോധിക്കാനായിട്ട് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനെ മറ്റാരെയും തന്നെ ഇവർ അവിടെ കടത്താറില്ല. പരിശോധനാ രീതിയിൽ ഇതൊന്നൊരു ട്രാൻസ്പെറന്റ് ആയിട്ട് നടത്തുന്ന ഉത്പാദനമേ അല്ല. എനിക്ക് പറഞ്ഞു തരാനുള്ള അവസരം തരണം. ട്രാൻസ്പെറന്റ് ആയിട്ട് നടത്തുന്ന ഒരു വ്യവസായമല്ല. ഇതിൽ 10 ലക്ഷത്തിന്റെ ലൈസൻസ് വാങ്ങി 10,000 ലൈസൻസ് വാങ്ങി ഇവർ 1 ലക്ഷം ലിറ്റർ മേലിൽ ഉത്പാദിപ്പിക്കുന്നുണ്ടാവും. ഇതിൽ പ്രധാന നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളെപ്പോലുള്ളവര് ലിക്കർ ഗവൺമെന്റിൽ നിന്ന് വാങ്ങി ഞങ്ങൾ മീഡിയേറ്റർ ആയിട്ട് വിറ്റ് അതിൽ നിന്നൊരു ചെറിയ മാർജിൻ എടുത്ത് ഞങ്ങളുടെ തൊഴിലാളികൾക്ക് ശമ്പളം എടുത്ത് ടാക്സ് അടച്ച് ഞങ്ങൾ ജീവിക്കുന്നതാണ്.
ഇവര് 10 ലക്ഷം രൂപ 1 ലക്ഷത്തിന്റെ ലൈസൻസ് എടുത്ത് 10 ലക്ഷം ഉണ്ടാക്കി ഇത് വിൽപ്പന നടത്തുകയോ എന്തായിക്കോട്ടെ ഇത് നടത്തുമ്പോ ഗവൺമെന്റിന് എന്താണ് കിട്ടുന്നത്? യഥാർത്ഥത്തിൽ ഇത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇത് ഇവർക്ക് ആവശ്യമായിട്ടുള്ള വീഞ്ഞ് ഉൽപ്പാദിപ്പിച്ച് അവരാവശ്യപ്പെടുന്ന രീതിയിലുള്ള വീഞ്ഞ് ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു വർഷം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് 100 കോടി രൂപ ഈ വർഷം മുതൽ ഗവൺമെന്റ് ഇൻകമായിട്ട് വരും. എത്രയോ വർഷമായിട്ട് ഒരു ചെറിയ തുച്ഛമായ കാശ് കൊടുത്താണ് ഇവർ ഇത്തരത്തിലുള്ള വ്യവസായം നടത്തുന്നത്. ശരി, ഇനി ഫാദർ ടി ജെ ആന്റണി മറുപടി പറഞ്ഞു. വേണു ചർച്ച വഴിമാറിപ്പോകുന്നതിന് എനിക്ക് ഖേദമുണ്ട്. പക്ഷേ ഇത് ശരിയായ വഴിയിലാണ് ചർച്ച വേണം. ഞാൻ 2014 മുതൽ ഫാദർ ആന്റണി നടത്തുന്ന ചർച്ചയിൽ ആരാണ് തിരുത്തപ്പെടേണ്ടത്, എവിടെയാണ് തിരുത്തപ്പെടേണ്ടത് എന്നാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങൾ ഇത് കണ്ടിട്ട് എവിടെയാണ് തിരുത്തേണ്ടത്, ഞങ്ങൾ എവിടെയാണ് തിരുത്തേണ്ടത്? കൃത്യമായിട്ട് ഉത്തരം പറയാം. അവിടെ ആകാമെങ്കിൽ ഇവിടെ എന്തുകൊണ്ടായിക്കൂടെന്ന ചോദ്യം അങ്ങ് മാത്രമല്ല, ബഹുമാനപ്പെട്ട LDFന്റെ പ്രതിനിധി വരദരാജൻ സാറും ചോദിച്ചു. എല്ലായിടത്തും ഉണ്ട്, അതുകൊണ്ട് ഇവിടെയുമുണ്ട്. അതിന് ഉത്തരം പറഞ്ഞിട്ട് മറ്റൊരിലേക്ക് ഞാൻ വരാം. കാരണം കേരളത്തിന്റെ പ്രത്യേകമായ ഒരു സ്ഥിതിവിശേഷത്തെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ എന്തുകൊണ്ട് അവിടെയായിരിക്കുന്നത് ഇവിടെയായിരിക്കുന്നത് പറയാൻ പറ്റുകയുള്ളൂ. ലോകാരോഗ്യ സംഘടനയും WHO ഞാൻ പറയട്ടെ സുഹൃത്തെ, ഞാൻ പറയട്ടെ. വേണു എനിക്ക് പറയാൻ അവസരം തരൂ. വേണു എനിക്ക് പറയാൻ അവസരം തരൂ. 2014 മുതൽ അവസരം തന്നിരിക്കുകയല്ലേ? ഫാദർ പറഞ്ഞോളൂ. ഫാദർ അപ്പോ ഇവിടെ കേരളത്തില് ഒരു പ്രദേശത്തിന്റെ മദ്യാസക്തിയെ അളക്കുവാൻ ലോകാരോഗ്യ സംഘടന അളക്കുന്ന ഒരു 3 വാക്കുകളുണ്ട്. 1 വർജന സംസ്കാരം, 2 നിയന്ത്രിത മദ്യപാനം, 3 കൈവിട്ടു പോകുന്ന അവസ്ഥ. കേരളം ഇന്ന് കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ് ആയിരുന്നു. എന്നാൽ ഇന്ന് 30% മദ്യത്തിന്റെ ഉപയോഗം കുറഞ്ഞിരിക്കുന്നു എന്നൊരു കണക്ക് ഇവിടെ ഉണ്ട്. ഒരു കൈവിട്ടു കേരളം കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ കേരളം കൈവിട്ട് മറ്റുള്ള മനുഷ്യർക്ക് 66.26 ഇന്ത്യയിൽ 68 കേരളത്തിൽ 75. ഈ ജാനണിക്ക് അവസരം കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം എനിക്കൊരു ഇടവേളയിലേക്കും പോകണം. അത് കഴിഞ്ഞ് ഞാൻ മറ്റു അതിഥികളിലേക്ക് വരെ എന്നോട് സഹകരിക്കണം. ഫാദർ ടി ജെ ആന്റണി, നേരത്തെ ഇവിടെ ചോദിച്ച് ഉത്തരം പറയാതെ പോയ ആ വിഷയം തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ അതിലേക്ക് തന്നെ തിരികെ പോവുകയാണ്. ഇവിടെ കേരളത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് 23 തരം ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അത് ശർക്കര ഉണ്ടാക്കാൻ, ടീ സിഡാർ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ വാർണിഷ് ഉണ്ടാക്കാൻ 23 തരം ലൈസൻസ് ഉണ്ട്. അതിലൊരു ലൈസൻസാണ് മാസ് വൈൻ ഉണ്ടാക്കുവാനുള്ള കൊച്ചിൻ മാസ് വൈൻ റൂൾ. ഞാൻ പറയുന്നത് ഇത്തരത്തിൽ വിശുദ്ധ ബലിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന വൈൻ ഉണ്ടാക്കുവാൻ വേണ്ടി നിയമപരമായി സർക്കാർ അംഗീകരിക്കുന്ന ടാക്സ് കൊടുത്ത് അവർ പറയുന്ന നികുതി കൊടുത്ത് പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിൽ എന്തെങ്കിലും പാളിച്ചയുണ്ടെങ്കിൽ നടപടി എടുക്കേണ്ടതിന് പകരം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉന്നയിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. കാരണം മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ഇവിടെ കേരളത്തിന്റെ മദ്യാസക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ഇവിടെ ബാറിലും ഇവിടെ ഔട്ട്ലെറ്റും ഒക്കെ വിൽക്കപ്പെടുന്ന വൈൻ എന്ന് പറയുന്നത് കേരള വൈൻ റൂൾ പ്രകാരമാണ്, അല്ലാതെ കൊച്ചിൻ മാസ് വൈൻ ആക്ട് റൂൾ പ്രകാരമല്ല. അപ്പോൾ ഇവിടെ കേരളത്തിന്റെ മദ്യാസക്തി എന്ന് പറയുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ തിരുരക്തമായി മാറുന്ന എന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്ന ഈ വീഞ്ഞ് കുടിച്ചിട്ടാണോ ഇവിടെ കേരളത്തിലെ ഭാര്യമാരെ ഭർത്താക്കന്മാര് തല്ലുന്നത്? അത് കഴിച്ചിട്ടാണോ ഇവിടെ വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നത്? കൊലപാതകം ഉണ്ടാകുന്നത്? ഇവിടെ ബലാത്സംഗം ചെയ്യുന്നത്? അപ്പോ അതിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചില പരിവർത്തനങ്ങളെ പറ്റി കൂടെ ആലോചിച്ചൂടെ? ഇപ്പൊ ഒലീവില അല്ലല്ലോ ഉപയോഗിക്കുന്നത്, നിങ്ങൾ ഇവിടെ കുരുത്തോലയല്ലേ? എന്ന പോലെ ഒലിവില ജെറുസലേമിൽ മാത്രമേ കിട്ടുകയുള്ളൂ. വൈൻ ഒഴിവാക്കിക്കൊണ്ട് മറ്റു വഴികളിലേക്ക് പോയിക്കൂടെ എന്ന കാര്യങ്ങളും ഈ അൽമായർക്കിടയിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞതല്ല. അല്ല, ഇത് പോട്ടെ, മിനിമം ഒരു കാര്യം ചെയ്യാം. നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തെ വളരെ സംയമനത്തോടെ കാണുമ്പോൾ ഒരു നീക്കുപോക്ക്, അതായത് സർക്കാരിന്റെ മദ്യനയം വരുമ്പോൾ ഞങ്ങൾ എന്ത് കാണിച്ചാലും നിങ്ങൾ മിണ്ടാതിരിക്കണം, അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങൾ പോകുമ്പോൾ അതെന്തിനു വേണ്ടെന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. കേരളത്തിന്റെ മദ്യാസക്തിയെ ഈ വൈനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ട വിഷയമേ അല്ല എന്ന്
വളരെ ബോധ്യമുള്ളവരാണ് നിങ്ങൾ, ബോധ്യമുള്ളവർ തന്നെയാണ്. ശരി, പക്ഷെ ഒരു കാര്യം പറയാം. ശരി ശ്രീ ടി ഞാൻ അല്ല, ഇതൊരു പ്രധാനപ്പെട്ട ലാസ്റ്റ് നടന്ന ഒരേ ഒരു നിമിഷം അവസാനം നടന്നൊരു നിയമലംഘനം. ഇപ്പൊ പറഞ്ഞല്ലോ ഹൈക്കോടതി വിധി ശക്തിയായി നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരടക്കം സമരം ചെയ്ത് പല ഹോട്ടലുകളും അടപ്പിച്ചു. അതേസമയത്ത് 500 മീറ്ററിനകത്ത് എത്രയോ വൈൻ നിർമ്മിക്കുന്ന ഫാക്ടറികൾ നിലവിലുണ്ട്, ഒരെണ്ണം റദ്ദ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് രണ്ടു തരമല്ലേ? ശരിയാണ്. അത് ശരിയായ നടപടിയാണോ? ഇന്ന് ഈ ഫോട്ടോ മാത്രമായിട്ടല്ല, ഈ ചോപ്പ് ഷർട്ട് ഇട്ടതിന്റെ പിന്നിലും എന്തെങ്കിലും ഉദ്ദേശമില്ല. ഈ സർക്കാരിനോടുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനം ഫാദർ ആന്റണി 2014 ഐക്യദാർഢ്യം തീർച്ചയായിട്ടും ഇല്ല. ആ ഫോട്ടോയുടെ ഇപ്പൊ നാളെ ഞാൻ വേറൊരു ഫോട്ടോയും കൊണ്ടുവരാം. വേണമെങ്കിൽ പിണറായി വിജയൻ കുടിക്കുന്ന ഫോട്ടോയും ചെയ്തുകൊണ്ട് ഞാൻ വരാം. എനിക്ക് ഫോട്ടോഷോപ്പ് ചെയ്യാം. അല്ല കൊഞ്ഞാല, എനിക്ക് ഫോട്ടോഷോപ്പ് ചെയ്യാം. എനിക്ക് ഫോട്ടോഷോപ്പ് ചെയ്യാം. എനിക്ക് ഫോട്ടോഷോപ്പ് ചെയ്യാം. എനിക്ക് ഫോട്ടോഷോപ്പ് ചെയ്യാമെന്ന് പിണറായി വിജയൻ ഫോട്ടോഷോപ്പ് ചെയ്തെടുക്കാം. ഫോട്ടോഷോപ്പിൽ ചെയ്തെടുക്കാമെന്നാ പറഞ്ഞത്. ഫോട്ടോഷോപ്പിൽ ചെയ്തെടുക്കാമെന്ന് ഫോട്ടോഷോപ്പിൽ ചെയ്തെടുക്കാമെന്നാ ശരി. നിങ്ങൾ എല്ലാവരും മദ്യം ഉപയോഗിക്കാതെ ചർച്ചയിൽ പങ്കെടുക്കുകയാണല്ലോ. സുനിൽ ഒരു ഫോട്ടോ കൊണ്ടുവന്നില്ല. ഞാൻ കൊണ്ടുവന്ന ഫോട്ടോ ലോകത്താരും നിഷേധിക്കത്തില്ല. ലോകത്താരും നിഷേധിക്കത്തില്ല ഈ ഫോട്ടോ. ശരി ആൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഈ ചർച്ചയുടെ സ്പിരിറ്റ് മനസ്സിലാക്കി അത് നേർവഴിക്ക് കൊണ്ടുപോകാൻ നാളെ